ഇനി നമുക്ക് വാഹനത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് AC ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. AC റിക്വസ്റ്റ് ഓണാണ്. ഇപ്പോൾ നമ്മുടെ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റാർട്ടായി ഇപ്പോൾ AC ഓണായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഓട്ടോ ടെക്റ്റീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നമ്മുടെ പുതിയ മോഡൽ വാഹനങ്ങളിൽ വരുന്ന സുസൂക്കി കണക്റ്റ് എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക, അതുപോലെ നമ്മളത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് വീഡിയോയിലേക്ക് പോകാം. ഈ കണക്റ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം. പ്ലേ സ്റ്റോറിൽ വന്നതിന് ശേഷം സുസൂക്കി കണക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സുസുക്കി കണക്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ കാണിക്കും. നമ്മൾ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മളിവിടെ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലെ വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക, അതുപോലെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പർ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന സെയിം നമ്പർ തന്നെ ആയിരിക്കണം അടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പാസ്വേഡ് ആ സമയത്ത് നമുക്ക് ഫോണിലേക്ക് OTP ആയിട്ടോ അല്ലെങ്കിൽ വാഹനം മേടിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പാസ്വേഡ് നമുക്ക് സെയിൽസിൽ നിന്ന് തരും. അപ്പോൾ അത് വെച്ചിട്ട് ലോഗ് ചെയ്യാം. ഇനി അങ്ങനെ നമ്മൾ മറന്നുപോയി, പാസ്വേഡ് മറന്നുപോയി, നമുക്ക് ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ അടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വെച്ചു അത് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മൾ പാസ്വേഡ് മറന്നു പോയാൽ നമുക്ക് OTP മുഖേനയായിട്ട് ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ന്യൂ ഹിയർ എന്ന് പറഞ്ഞിട്ട് ലെറ്റ്സ് കണക്റ്റഡ്, ഫുൾ നെയിം, ഇമെയിൽ ID, ഫോൺ നമ്പർ ഇതൊക്കെ കൊടുത്ത് നമുക്ക് ജനറേറ്റ് OTP വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സുസുക്കി കണക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഒരു വിൻഡോ വരിക. അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്യൂവലിൻ്റെ ലെവൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ റേഞ്ച് ടാങ്കിലുള്ള ഫ്യൂവൽ വെച്ചിട്ട് എത്ര പോകുന്നുള്ളത് കാണിച്ചിട്ടുണ്ട്, അതുപോലെ ഓഡോമീറ്റർ റീഡിങ് കാണിച്ചിട്ടുണ്ട് 727 കിലോമീറ്റർ. അതുപോലെ തന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ അതാണ് പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത്, അത് ഫുൾ ചാർജ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ റെഡ് കളറിൽ റിമോട്ട് നമ്മുടെ ഒരു താഴിൻ്റെ പടം കാണിച്ചിരിക്കുന്നത് വണ്ടി ലോക്കല്ല എന്നാണ്. പിന്നെ പച്ച കളറിൽ കാറിൻ്റെ പടം കൊടുത്തിരിക്കുന്നത് വാഹനത്തിൻ്റെ എല്ലാ ഡോറുകളും ക്ലോസ് ആണ് എന്നുള്ളതാണ്. ഇനി ഇതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് വെഹിക്കിൾ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടൊരു കൊടുത്തിട്ടുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിലെ സിസ്റ്റംസ് ഒക്കെ ഓക്കെ ആണോ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. എയർ ബാഗ്, ബ്രേക്ക്, അതുപോലെ പവർ ട്രെയിൻ, സ്റ്റീറിങ്, അതേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹസാർഡ് ലൈറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ ഹസാർഡ് ലൈറ്റിന് നമുക്ക് വർക്ക് ചെയ്യാം. ഇപ്പോൾ വാഹനത്തിൻ്റെ ഹസാർഡ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ റിമോട്ടിൽ ഹസാർഡിനെ നമ്മൾ ഓണാക്കിയതാണ്. ഇനി നമുക്കത് മാക്സ് അതിൻ്റെ അകത്ത് ടൈം കാണിക്കുന്നുണ്ട്. അതിപ്പോൾ 17 സെക്കൻഡ്, 16 സെക്കൻഡ്. അത് ഓട്ടോമാറ്റിക് അത് 0 ആയിട്ട് അത് തനിയെ അത് ഓഫ് ആവുകയാണ് ചെയ്യുക. അതുപോലെ നമുക്ക് വാഹനത്തെ ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് റിമോട്ടിൽ കാറ് ലോക്ക് ചെയ്യാം. നമ്മുടെ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഡോറുകൾ ഇപ്പോൾ ലോക്കാവും. നമുക്ക് റിമോട്ട് ആവശ്യമില്ല. നമുക്കിപ്പോൾ റിമോട്ടിൻ്റെ ഒരു റേഞ്ചിന് ഒരു പരിമിതിയുണ്ട്. നമുക്കിപ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ വാഹനത്തെ വഴി ഒന്ന് ലോക്ക് ചെയ്യാം. ഓൺലൈനായിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ളത് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട്. ഹെഡ്ലൈറ്റ് ഓഫ് എന്ന് വെച്ചാൽ നമ്മുടെ വാഹനം ഹെഡ്ലൈറ്റ് ഓൺ ഫംഗ്ഷൻ കോൺ ബി പെർഫോംഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ടേൺഡ് ഓഫ് റിമോട്ട്ലി. നമുക്ക് ഓഫ് ചെയ്യാൻ മാത്രമാണ് പറ്റുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടിട്ട് നമ്മൾ പോകുന്നു, ഓഫ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് നോക്കാം. ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ഹെഡ്ലൈറ്റിൻ്റെ സിമ്പിൾ അത് കത്തിക്കിടക്കും.
അപ്പോൾ ഇതിൻ്റെ ഒരു ഡിലേ ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇതിൻ്റെ സെർവറിലേക്ക് ഡാറ്റ ചെന്നിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ഇതിൽ വരും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, ഹെഡ്ലൈറ്റ് അങ്ങനെ ഓഫ് ചെയ്യണമെന്നുള്ളത്. പിന്നെ അലാറം നമുക്ക് ഓൺ ആക്കാനായിട്ട് പറ്റും, സെക്യൂരിറ്റി അലാം. അതുപോലെ AC, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് AC എന്ന് പറയുന്നത്. ഇത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഷോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോട്ടലിലോ ഒക്കെ കയറിയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ വാഹനത്തെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തണുപ്പിച്ച് നിർത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ AC കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടും ലോ ഹൈ, അതുപോലെ നമുക്ക് റിയർ ഫോഗർ, അതുപോലെ ഡിഫോസ്റ്റർ, ഇതൊക്കെ നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ നമ്മളിവിടെ ഈ ഓഫ് എന്നുള്ളത് നമ്മൾ ഓൺ ആക്കി കൊടുത്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം സ്റ്റാർട്ടായിട്ട് AC ഓണാവും. സ്റ്റാർട്ടിങ് റിക്വസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ചെറിയൊരു ഡിലേ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ റിമോട്ടിൽ നിന്ന്, അതായത് നമ്മുടെ ഫോണിൽ നിന്നുള്ള സിഗ്നൽ ഈ സുസുക്കി കണക്റ്റിൻ്റെ സെർവറിൽ ചെന്നിട്ട് അവിടെ നിന്ന് വേണം വാഹനത്തിലേക്ക് വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡിലേ ഇതിൽ നമുക്കുണ്ടാവും. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ റിമോട്ടിൽ ലോക്ക് ചെയ്യുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത വാഹനമാണെങ്കിലാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഹെഡ്ലൈറ്റ് ഓൺ ആണ് എന്ന് പറയുന്നത്, നമ്മൾ പിച്ച് ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടിരുന്നു. അപ്പോൾ റെഡ് കളറിൽ കത്തി കിടക്കുന്നുണ്ടോ, ഹെഡ്ലൈറ്റ് ഓൺ ആണ്. കാറിൻ്റെ ഫിഗറിൽ നോക്കിയാൽ കാണാം ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആയി കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് നമുക്ക് ഓഫാവും. അപ്പോൾ വാഹനത്തിൻ്റെ സ്വിച്ച് ഓൺ ആയിട്ടായിരിക്കും കിടക്കുക, പക്ഷേ ലൈറ്റുകൾ ഓഫാവും. ഉണ്ട്, ഇപ്പോൾ ലൈറ്റുകൾ ഓഫായി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ AC എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് കാറിന് ആദ്യം ലോക്ക് ചെയ്യാം. അപ്പോൾ ലോക്ക് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ വാഹനത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ റിമോട്ട് ആദ്യം പുറത്തിറക്കി വെക്കണം. വണ്ടിക്കുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ലോക്ക് ആവില്ല. അപ്പോൾ ഞാൻ പുറത്തിറക്കി വെച്ചു. അതിനുശേഷം ഞാൻ ലോക്കിംഗ് കൊടുത്തു. ഇപ്പോൾ വാഹനത്തിൻ്റെ 4 ഡോറുകളും ഡിക്കിയും എല്ലാം ലോക്കായി. നമ്മളിപ്പോൾ ലോക്ക് ചെയ്തത് നമ്മുടെ ഫോണിലാണ്, ആപ്ലിക്കേഷനിലാണ് ലോക്ക് ചെയ്തേക്കണേ. കണ്ടോ, ഇനിയിപ്പോൾ ലോക്ക് ക്യാൻസൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അത് ടാബ് കാണിച്ചിരിക്കണേ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് AC ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. AC റിക്വസ്റ്റ് ഓണാണ്. ഇപ്പോൾ നമ്മുടെ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റാർട്ടായി ഇപ്പോൾ AC ഓണായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് AC ഈസ് ഓൾറെഡി റണ്ണിങ്, ഡു യു വാണ്ട് ടു അപ്ഡേറ്റ് ദ ടാർഗറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ട് ഇപ്പോൾ AC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കത് ഓഫ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. യെസ്, അപ്പോൾ നമ്മുടെ വാഹനം ഓഫായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മൾ നമുക്ക് വാഹനത്തിൽ സ്റ്റാർട്ട് ചെയ്ത് വാഹനത്തിലുള്ള മെയിനായിട്ടുള്ള നമ്മുടെ AC നമുക്ക് ഓണാക്കിയിട്ട് നമുക്ക് വാഹനത്തെ കൂളാക്കി നിർത്താൻ പറ്റും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ വാലറ്റ് അലേർട്ട് എന്താണെന്നുള്ളത്, വാലറ്റ് അലേർട്ട് എന്ന് വെച്ചാൽ നമുക്ക് വാഹനം AC ഐഡിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് 10 മിനിറ്റ് കൂടുതൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു അലേർട്ട് വരും നമ്മുടെ ഫോണിലേക്ക്. അതുപോലെ ഡ്രൈവിംഗ് ബൗണ്ടറി എന്ന് പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ വാഹനം 10 കിലോമീറ്റർ ചുറ്റളവിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ അലേർട്ട് വരുന്ന രീതിയിൽ. അതുപോലെ നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് മോണിറ്ററിങ് ടൈം എത്ര അവേഴ്സ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതായത് ഇത്ര മണിക്കൂറിന് ശേഷവും വാഹനം ഓടിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ വാഹനം നമ്മുടെ കുട്ടികൾ ആരെങ്കിലും എടുത്തിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ലൊക്കേഷന് പുറത്തേക്ക് പോകുന്നുണ്ടോ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് അത് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു സംവിധാനമാണിത്. ഇനി നമുക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി
ലെഡ് ബാറ്ററി, നമ്മുടെ വാഹനത്തിലുള്ള ബാറ്ററിയുടെ സ്റ്റാറ്റസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ബാറ്ററി ചാർജഡ് ആണോ അതോ ഡിസ്ചാർജഡ് ആണോ എന്നുള്ളതിൻ്റെ കണ്ടീഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ലെഡ് ബാറ്ററി ഓഫ് നമ്മൾ ഒരു ചേസ് നമ്പർ കാണിച്ചിട്ടുണ്ട്. ഹെൽത്തി കണ്ടീഷനാണ് എന്ന് കാണിക്കുന്നത്. 12.8 വോൾട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെയുള്ള ഇതിൻ്റെ അകത്ത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാപ്പ് മൈ ഇന്ത്യയുടെ ഒരു മാപ്പാണ് ഇതിൻ്റെ അകത്ത് പോയി കാണിക്കുക. നമ്മുടെ വാഹനത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. വാഹനം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്. അതുപോലെ നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് ഹിസ്റ്ററി നമുക്ക് എടുക്കാൻ പറ്റും. വാഹനം ഇതിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഹിസ്റ്ററി എടുക്കാൻ പറ്റും. അതുപോലെ ഡ്രൈവിംഗ് അനാലിസിസ് നമുക്കിതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്, എത്ര ട്രിപ്പ് പോയിട്ടുണ്ട്, മാക്സിമം എത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഈ വാഹനത്തിൻ്റെ ആവറേജ് സ്പീഡ് എത്രയായിരുന്നു, അതുപോലെ ട്രാവലിംഗ് ടൈം, അതുപോലെ ഫ്യുവൽ എത്ര കൺസ്യൂം ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാനായിട്ട് പറ്റും. പിന്നെയുള്ള നോട്ടിഫിക്കേഷൻ ഫീഡാണ്. നമുക്ക് ഈ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതായത് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട്, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട്, മോണിറ്ററിങ്, കൺവീനിയൻസ്, ആപ്പ് റിലേറ്റഡ്, ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ ഫീഡുകൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള സെറ്റിങ്സുകൾ, അക്കൗണ്ട് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എംപിൻ, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ്, അതുപോലെ തന്നെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ടാവും. നമുക്ക് ഈസി ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് എംപിൻ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഫോണിൻ്റെ തന്നെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ അലേർട്ട് സെറ്റിങ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമ്മുടെ വാഹനം ടോ ചെയ്ത് പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ആയി, എമർജൻസി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡിഫോൾട്ടായിട്ടുള്ള അലേർട്ട്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാനായിട്ട് പറ്റും. അതിൽ ഓപ്ഷണൽ അലേർട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അലേർട്ടുകൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാം. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അബൌട്ട് സുസുക്കി കണക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഏത് വെർഷൻ ഏതാണ്, ആപ്പിൻ്റെ വെർഷൻ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഫീഡ്ബാക്ക്, എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ആപ്ലിക്കേഷനിൽ നമുക്ക് സുസുക്കി കണക്റ്റിന് ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അവരെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് ഈ നമ്പറിൽ, അരീന മോഡലുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ അതിൻ്റെ മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്സ മോഡൽ വണ്ടികളാണെങ്കിൽ അതിൻ്റെ നമ്പർ വ്യത്യാസമുണ്ട്, അതുപോലെ അതിൻ്റെ മെയിൽ ഐ ഡിയും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രണ്ട് ഐ ഡിയിലേക്ക് നമുക്കത്, ഇതിന് എന്തെങ്കിലും കംപ്ലയിൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് എസ്കലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് റിമോട്ട് ഇമ്മൊബിലൈസർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, നമ്മുടെ വാഹനം ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വാഹനത്തെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കണം. ഒരു ആക്ടിവേറ്റ് ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് നമ്മൾ ഇതിൽ കൊടുത്താൽ മാത്രമാണ് ആ ഒരു ഫീച്ചർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ നമ്പർ, ഫുൾ നെയിം, ഇമെയിൽ ഐ ഡി, വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതുപോലെ കറണ്ട് ലൊക്കേഷൻ, അതുപോലെ നമ്മുടെ KYC, അതുപോലെ തന്നെ നമ്മുടെ വാഹനം മോഷണം പോയി എന്നുള്ളതിൻ്റെ FIR, ഇത്ര സാധനങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുസുക്കി കണക്റ്റിൻ്റെ ടീം നമ്മുടെ വാഹനം എവിടെയാണോ വാഹനം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അവിടെ വെച്ചിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലാത്തൊരു ഇതിലേക്ക്, അതിൻ്റെ ഇഗ്നിഷൻ ഓൺ ആവില്ലാത്തൊരു ഇതിലേക്ക് ലോക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ നമുക്ക് ചെയ്യണം. അത് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ്ലി ഫോണിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന KYCയും അതുപോലെ തന്നെ FIR അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ടീം, അതായത് സുസുക്കി കണക്റ്റിൻ്റെ ടീം അത് ഡീആക്ടിവേറ്റ് ചെയ്യുള്ളൂ, അതായത് വാഹനത്തെ സ്റ്റോപ്പ് ചെയ്യുകയുള്ളൂ. ഇനി നമ്മൾ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അക്കൗണ്ട്സിലേക്ക് വരാം. പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ വാഹനം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ഗസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതിപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഞാനാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലുള്ള വേറെ ആരെങ്കിലും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഫാദറിനെയോ മദറിനെയോ ബ്രദറിനെയോ ആരൊക്കെ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെയൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അവരെ ഗസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് ഇതുപോലെ നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സെയിം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന വേറെ ഒരാളെ, അതായത് ഈ പറയുന്ന നമ്മുടെ വീട്ടിലുള്ള ഈ വാഹനം ഉപയോഗിക്കുന്ന വേറൊരാളെ നമുക്ക് ട്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവർക്കും ട്രാക്ക് ചെയ്യാനായിട്ട് വരും. അതായത് 2-3 പേർക്ക് ഒരു വാഹനത്തെ ഒരുമിച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണിത്. അപ്പോൾ ഇതിനെ നമ്മൾ ഗസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താലാണ് അത് വരുള്ളൂ. അതുപോലെ എമർജൻസി കോൺടാക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. കോൺടാക്റ്റ് ലിസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. സുസുക്കി കണക്റ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.